ഇതാണ് വളയം കല്ലുനിര സ്വദേശി ആദർശ്. കഴിഞ്ഞ ദിവസം മുതൽ ആദർശിന്റെ ഫോണിന് വിശ്രമമില്ല. നാട്ടുകാർക്ക് നല്ലത് മാത്രം പറയാനുണ്ടായിരുന്ന ആദർശിനോട് ഇപ്പോൾ ചോദ്യം മുഴുവൻ ഒരു ഹെൽമറ്റ് മോഷണവുമായി ബന്ധപ്പെട്ടാണ്. കഥ ഇങ്ങനെ. കഴിഞ്ഞ ദിവസം മാഹിയിലെ ബാറിൽ വെച്ച് ഒരു യുവാവിന്റെ ഹെൽമറ്റ് മോഷണം പോയിരുന്നു. ഹെൽമറ്റ് നഷ്ടപ്പെട്ട യുവാവ് ബാറിൽ ചെന്ന് മാനേജ്മെന്റിനോട് സംഭവം പറഞ്ഞു. ഇവർ CCTV ക്യാമറ പരിശോധിച്ചു. ബാറിൽ നിന്നിറങ്ങി വന്ന 2 യുവാക്കളിൽ ഒരാൾ ഹെൽമറ്റ് മോഷ്ടിക്കുന്നത് ക്യാമറയിൽ പതിഞ്ഞിരുന്നു. ഈ ദൃശ്യങ്ങൾ യുവാവ് മൊബൈൽ ഫോണിൽ പകർത്തി. ഈ ദൃശ്യങ്ങളും ക്യാമറയിൽ പതിഞ്ഞ മോഷ്ടാവിന്റെ മുഖവും സമൂഹ മാധ്യമങ്ങളിൽ ഷെയർ ചെയ്തതോടെയാണ് സംഭവങ്ങളുടെ തുടക്കം. ആദർശുമായി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച മോഷ്ടാവിന്റെ മുഖത്തിലുള്ള സാദൃശ്യമാണ് പ്രശ്നമായത്. സംഭവം ചില ഒരു ദിവസം രാത്രി എൻ്റെ കമ്പനിക്കാരൻ വിളിച്ചിട്ട് എന്നോട് പറയാം, ഞാൻ എൻ്റെ ഫോണിലേക്ക് ഒരു ഫോട്ടോ ആക്കാം, അത് ഇനിയാന്ന് നോക്കുമോയെന്ന് ചോദിച്ചു. ഞാൻ ഞാക്ക് തന്നെ. അപ്പോൾ ഞാൻ നോക്കി നോക്കുമ്പോൾ ഒരു ഫോട്ടോ അയച്ചിട്ട് ഒരു CCTV ഫുട്ടേജ് ഉണ്ട്. അപ്പോൾ ഇത് ഇനിയാണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ഞാനല്ല തന്നെ. അപ്പോൾ ഞാൻ ചെന്നതിന് കാര്യം എന്ന് ചോദിച്ചു. അപ്പോൾ കാര്യമൊന്നും പറഞ്ഞില്ല. അപ്പോൾ ഓൻ കട്ടാക്കി. അപ്പോൾ എൻ്റെ അടുത്തൊരു കമ്പനിക്കാരൻ പിന്നെ കാണാൻ എന്നെ വിളിച്ചിട്ട് ഒരു ഫോട്ടോ വന്നിട്ടുണ്ട്, ഒരു ഹെൽമെറ്റ് മോഷണം പോയതാ മാഹിന്ന് കീർത്തി വാർന്ന, ഇനി പോയിക്കാനോന്ന് ചോദിച്ചു. ഞാൻ പറയാം ഞാൻ കീർത്തി വാർന്നൊന്നും പോയിക്കില്ല, അങ്ങനെ ഒരു ഫോട്ടോ എല്ലാവരും വരുന്നുണ്ട്, ഞാൻ സൂക്ഷിച്ചോ തന്നെ. അപ്പോൾ ആണ് ഈ പിറ്റേസാണ് കമ്പനിക്കാരൻ ഹെൽമെറ്റ് എടുത്ത് പോയ ചങ്ങായി എന്നെ വിളിക്കുന്നത്. അപ്പോൾ പറഞ്ഞാൽ എൻ്റെ ഒരു കമ്പനിക്കാരൻ്റെ ഹെൽമെറ്റ് ഞാൻ എടുത്ത് പോയതാണ്, അവിടെ നിന്ന് മാഹി ബാറിന്നാണ് മോഷണം പോയത്, ഇനി എടുത്തിനേന്ന് ചോദിച്ചു. ഞാൻ എടുത്തിക്കില്ല മുത്തേ, ഞാൻ ബാറിൽ പോക്കില്ല, മദ്യം വെക്കുന്ന ഒരാളുമല്ല. അപ്പോൾ ആണ് പിന്നെ പിറ്റേസ് ഞാൻ നോക്കുമ്പോൾ നാട്ടിലെല്ലാവർക്കും ഇത് തിരിഞ്ഞ് കുറേ ദൂരം വായിക്കുന്ന ആൾക്കാരെല്ലാം എന്നോട് ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഈ ഒരു മുൻകരുതലുള്ള രീതിയിൽ ഞാൻ വളയത്തെ സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുത്തു. ഇങ്ങനൊരു ഫോട്ടോ വന്നിട്ടുണ്ട്. പോലും പറഞ്ഞ് ജിങ്ങില്ലാന്ന് എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല, ഈ ഹെൽമെറ്റ് എടുത്ത ആരാണെങ്കിലും ഒന്ന് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. കാരണം ഞാൻ അത്രയും പ്രയാസം അനുഭവിച്ചു ഒരാഴ്ചത്തോളം. തീർന്നല്ല വിളി വന്നത് എന്നെ ഇപ്പോൾ ഒരുപാട് ആൾക്കാരെന്നെ വിളിച്ച് ചോദിക്കാത്ത ആൾക്കാരുടെ മനസ്സിൽ ഞാൻ തന്നെയാണ് കുറ്റക്കാരെന്നുള്ള രീതിയിലാണ് ഉണ്ടാവുക. എൻ്റെ കമ്പനിക്കാർക്കൊക്കെ അറിയാം ഞാനെല്ലാം എടുത്തതെന്ന്. അപ്പോൾ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. ബാറിലെ മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ പ്രചരിച്ചതോടെ ആദർശിന്റെ പരിചയക്കാരും ബന്ധുക്കളും വിളിച്ച് അന്വേഷിക്കാൻ തുടങ്ങി. യുവാവ് ധർമ്മസങ്കടത്തിലായി. ഫോൺ വിളി ശല്യമായതോടെ ആദർശ് വളയം പോലീസിലെത്തി തന്റെ നിരപരാധിത്വം ബോധ്യപ്പെടുത്തി. പോലീസുകാർ കാര്യം മനസ്സിലായെങ്കിലും നാട്ടുകാർ വിടുന്ന മട്ടില്ല. ഇപ്പോഴും പലരും ഹെൽമെറ്റിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. ആദർശിന് അത് വലിയ തലവേദനയായിരിക്കുകയാണ് ഇപ്പോഴും. News 18 വടകര.